പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആ നല്ല കർത്താവിനെ ഒരിക്കൽ കൂടി സന്തോഷത്തോടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ. ആരും പറഞ്ഞില്ല, ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഞാൻ പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ ചിന്തിച്ചോളണം, പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തുതിക്കും സ്തോത്രത്തിനും ഭയങ്കര വിലയുണ്ട്. ആമേൻ. എൻ്റെ എല്ലാ മെസ്സേജുകളിലും ആമേൻ, ഞങ്ങളുടെ മാതൃ ചർച്ചിൽ വരുന്നവർക്കും അറിയാം, പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഞാൻ മെസ്സേജ് പറയുന്ന സമയത്ത് സ്തോത്രം പറഞ്ഞ് ഹല്ലേലൂയ പറഞ്ഞ് പ്രൈസ് ദി ലോർഡ് അവരെ സന്തോഷിപ്പിക്കും, പ്രൈസ് ദി ലോർഡ്. കാരണം ഞാൻ സന്തോഷിക്കുന്നതിനേക്കാൾ ഉപരി ആമേൻ സ്തുതിയും സ്തോത്രവും എത്രത്തോളം ഭൂമിയിൽ നിന്ന് ഉയരുന്നോ അത്രത്തോളം സൗരഭ്യമുള്ളതായി നമ്മുടെ സ്വർഗം ആമേൻ ആരാധനയെ അംഗീകരിക്കും, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് കരം കൊണ്ടുവന്നിട്ടുള്ള എല്ലാവരും, എനിക്ക് 2 കൈയും ഉയർത്താൻ പറ്റത്തില്ല എങ്കിലും ഞാൻ ട്രൈ ചെയ്യാം. നിങ്ങൾ ആമേൻ 2 കരങ്ങളെ ഉയർത്തിയും ആ നല്ല കർത്താവിനെ ഒന്ന് ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ ആമേൻ കുറച്ച് പേരുള്ളതിനുള്ള ദുഃഖവും മാറും, 2 കൈകളും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവത്തിൻ്റെ വചനം പറയുന്നു, 2 or 3 പേർ നിൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ ആമേൻ ആമേൻ നമ്മുടെ മധ്യത്തിലും ആ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ. ആരിന്ന് പകലിൽ ആഗ്രഹത്തോടു കൂടെ ദൈവസന്നിധിയിൽ കടന്നു വന്നോ, ആര് ദുഃഖത്തോടെ ഇതിനകത്ത് കടന്നു വന്നോ, ആര് പ്രയാസത്തോടെ ഇതിനകത്ത് കടന്നു വന്നോ, ഞാൻ നിശ്ചയമായും പറയട്ടെ, ആമേൻ ഇവിടെ നിന്ന് നിങ്ങൾ മടങ്ങിപ്പോകുന്നത് നിങ്ങളുടെ ഭാരം നീങ്ങിയായിരിക്കും, പ്രൈസ് ദി ലോർഡ്. ആമേൻ. വീട്ടിൽ നിന്ന് വന്നപ്പോൾ ഒത്തിരി ഇറിറ്റേഷനും സങ്കടത്തോടെയായിരിക്കും വന്നത്, പ്രൈസ് ദി ലോർഡ്. ഒന്നുകിൽ ഹസ്ബൻഡിൻ്റെ ആമേൻ വഴക്ക് കേട്ട്, അല്ലെങ്കിൽ മക്കളുടെ ആമേൻ ആമേൻ പെരുമാറ്റം കണ്ട് സങ്കടപ്പെട്ട് നിരാശപ്പെട്ടായിരിക്കാം ഇതിനകത്ത് വന്നത്. ഒരുപക്ഷെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടായിരിക്കാം. എനിവേ ഏത് വിഷയമാകട്ടെ, ചിലപ്പോൾ രോഗത്തിൻ്റെ മധ്യയായിരിക്കാം, ചിലപ്പോൾ കെട്ടിയോൻ 2 ആമേൻ ചീത്ത പറഞ്ഞിട്ടായിരിക്കാം, ആ സങ്കടം സഹിക്കവയ്യാതെ ആയിരിക്കാം ഇതിനകത്ത് വന്നത്, പ്രൈസ് ദി ലോർഡ്. ആമേൻ. കേട്ടതെല്ലാം മറന്ന് ആമേൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സകല വിഷയങ്ങളെയും ഇന്ന് പകൽ ഒരു നിമിഷം ആ നല്ല കർത്താവിൻ്റെ കരങ്ങളൊന്ന് കൊടുത്താട്ടെ, പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇന്ന് പകലിൽ ഹൃദയത്തിനകത്തുള്ള അശുദ്ധിയും കേട്ട നിരാശയുടെ വാക്കുകളും എടുത്തു മാറ്റിയിട്ട് ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വചനവും ദൈവത്തിൻ്റെ ആലോചനകളും ഹൃദയത്തിനകത്ത് നിറയുവാൻ ആമേൻ ആമേൻ നല്ലൊരു നിലമാക്കി ഇന്ന് പകൽ ആ ഹൃദയത്തെ കൊടുക്കുമെങ്കിൽ നിശ്ചയമായി ഞാൻ പറയട്ടെ, നിങ്ങൾ ഏത് വ്യക്തിയെന്ന് ആമേൻ എനിക്കറിയേണ്ട, നിങ്ങളുടെ സാഹചര്യം എനിക്ക് എന്തെന്നറിയേണ്ട, പ്രൈസ് ദി ലോർഡ്. അതെൻ്റെ ദൈവത്തിനും വിഷയമല്ല. നിങ്ങളുടെ ഏത് സ്ഥിതിഗതികളെയും മാറ്റുവാൻ, നിങ്ങളുടെ ഏത് പാപത്തിൻ്റെ അവസ്ഥയും മാറ്റുവാൻ, നിങ്ങളുടെ ഏത് രോഗത്തിൻ്റെ അവസ്ഥയെ മാറ്റുവാൻ, നിങ്ങളുടെ ഏത് ബന്ധനങ്ങളുടെ അവസ്ഥകളെയും മാറ്റുവാൻ കഴിവുള്ള ഒരു നല്ല കർത്താവുണ്ട്, പ്രൈസ് ദി ലോർഡ്. ആമേൻ. പല ചിരിക്കുന്ന മുഖങ്ങൾക്ക് പിന്നിലും വലിയ ചതികളുടെ ആമേൻ മറയുണ്ട്, പ്രൈസ് ദി ലോർഡ്. ആമേൻ. അത് ഈ ദിവസങ്ങൾ ചിലരൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ കെട്ടിനെ പൊട്ടിക്കുവാനുള്ള സമയമായി, പ്രൈസ് ദി ലോർഡ്. എനിക്കറിയത്തില്ല ആരോടുള്ളൊരു ദൂതാണ്, അത് രഹസ്യമായി ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോ. ആമേൻ. പല ചതിക്കുഴികളുടെ പരാജയത്തിൻ്റെ പടുകുഴികളെയും ആമേൻ ഇന്ന് പകലിൽ കർത്താവ് എടുത്തു മാറ്റുന്നുണ്ട്, പ്രൈസ് ദി ലോർഡ്. ആമേൻ. സന്തോഷമുള്ളവർ സ്തോത്രത്തോടും സ്തുതിയോടും കൂടെ ദൈവസന്നിധിയിലായിരുന്നാട്ടെ. കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട് നിങ്ങൾ ബോറടിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, എങ്കിലും ദൈവം ഏൽപ്പിച്ച ആലോചനയെ നിങ്ങളുമായി പങ്കുവയ്പ്പാൻ ഞാൻ വളരെയധികം ആത്മാവിൽ ബന്ധപ്പെടുന്നു, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകലിലും പറയട്ടെ, ഞാനിവിടെ നിൽക്കുവാൻ ആമേൻ എനിക്ക് യാതൊരുവിധ യോഗ്യതകളുമില്ല, പ്രൈസ് ദി ലോർഡ്. ദൈവം തന്നതല്ലാതെ, ദൈവം തന്ന കഴിവും കൃപയും ദൈവം തന്ന ജ്ഞാനമല്ലാതെ ആമേൻ ഈ ലോകത്തിൽ നേടിയതെല്ലാം എൻ്റെ ജീവിതത്തിനകത്ത് വെറും വ്യർത്ഥമത്രേ, പ്രൈസ് ദി ലോർഡ്. ആമേൻ. എൻ്റെ അനുഭവം വെച്ച് നോക്കിയാൽ ആമേൻ ഹല്ലേലൂയ, ഞാൻ നേടിയതും ലോകപ്രകാരമായി നേടിയതെല്ലാം വ്യർത്ഥമാണ്. പക്ഷേ എൻ്റെ ദൈവം ആത്മീക അനുഗ്രഹങ്ങളാൽ നിറച്ചത് അത് ഇന്നും ദൈവത്തിൻ്റെ ഭദ്രതയ്ക്കുള്ളിൽ ദൈവത്തിൻ്റെ കൃപയ്ക്കൊത്തവണ്ണം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ സ്വർഗം സഹായിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ സ്വന്തം കഴിവ് കൊണ്ടോ എൻ്റെ സ്വന്തം മിടുക്ക് കൊണ്ടോ എൻ്റെ ലോകത്തിലെ അറിവ് കൊണ്ടോ ഒന്നും നേടിയതല്ല. കാരണം അപ്പനിൽ നിന്ന് പ്രാപിച്ചത്, അപ്പൻ തന്നത്, ആമേൻ, അത് പറയാനായി എനിക്ക് ഏറ്റവും അധികം ഇഷ്ടം, പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിലും അല്പസമയ ദൈവവചന ചിന്തയ്ക്കായി നമുക്കൊരു വേദഭാഗം വായിക്കാം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 34-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 34-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. എല്ലാവർക്കും സുപരിചിതമായ വേദഭാഗമാണ്. ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല, പ്രൈസ് ദി ലോർഡ്. ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ വിശന്നിരിക്കും, പ്രൈസ് ദി ലോർഡ്. ആമേൻ. അത് ആമേൻ ബാലസിംഹങ്ങളുടെ വഴി. പക്ഷേ എന്നാൽ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതന് പറയുവാൻ കഴിയും, ആമേൻ, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും മുടക്കം വരുത്തത്തില്ല. എത്ര പേർക്ക് പറയുവാൻ കഴിയും, ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ വിശന്നിരിക്കും,
അനുവദിക്കട്ടെ. ആമേൻ. പക്ഷേ യഹോവയെ അന്വേഷിക്കുന്ന എൻ്റെ കുടുംബത്തിൽ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, ആമേൻ, എൻ്റെ ആത്മീക ജീവിതത്തിൽ, എൻ്റെ ഭൗതിക തലത്തിൽ, ആമേൻ, ദൈവത്തെ അന്വേഷിച്ച് ഇറങ്ങിത്തിരിച്ച് എൻ്റെ കുടുംബത്തിൽ ഒരു ബുദ്ധിമുട്ടും വരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ അറിഞ്ഞ് ദൈവത്തോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു വ്യക്തിക്ക് ആത്മാർത്ഥമായി പറയുവാൻ കഴിയും, യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കം വരുത്തത്തില്ല. പ്രൈസ് ദി ലോർഡ്. നിശ്ചയമായും അത് അങ്ങനെ തന്നെ സംഭവിക്കും. ഇന്ന് പകലിലും ആമേൻ, നിങ്ങളുടെ നല്ല സമയങ്ങൾ മാറ്റിവെച്ച് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ ഇതിനകത്ത് ചിലപ്പോൾ ആരെങ്കിലും പറഞ്ഞ് നിങ്ങളെ പ്രസീദ് ഇതിനകത്ത് കൊണ്ടിരുത്തിയിരിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ സ്വയം മനസ്സാലെ ഇതിനകത്ത് വന്നതായിരിക്കാം. എനിവേ, എന്തുമാകട്ടെ, ഇന്ന് പകൽ ഞാൻ പറയട്ടെ, നീ മുട്ടുമടക്കിയിരിക്കുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിലാണോ? ആമേൻ, ആമേൻ. ഞാൻ വിളിച്ചു പറയട്ടെ, ആത്മാർത്ഥമായി വിളിച്ചു പറയട്ടെ, നീ ജീവിച്ചിരിക്കുന്നത് തന്നെ ദൈവത്തിൻ്റെ കൃപയാ. പ്രൈസ് ദി ലോർഡ്. പലരും ഇതിനകത്തായിരിക്കുന്ന ഓരോരുത്തരെയും ഞാൻ പറയട്ടെ, ആമേൻ, 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 ചില വർഷങ്ങൾക്ക് മുമ്പേ ഒരു സ്റ്റിക്കറിനകത്ത് ഒതുങ്ങി കൂടാതവണ് ഇന്നും ദൈവത്തെ അറിഞ്ഞ നിന്റെ കുടുംബത്തിനകത്ത് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുള്ളപ്പോൾ ദൈവം നിന്നെ സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്നതുണ്ടല്ലോ. ആമേൻ. ദൈവം നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ട്, ദൈവം നിന്നെ കരുതിയിരിക്കുന്നത് കൊണ്ട് പല കുടുംബങ്ങൾ പട്ടുപോകാതെ വണ്ണ് ഈ ഭൂമിയിൽ കർത്താവ് ശേഷിപ്പിച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയാവോ? നിന്റെ കുടുംബത്തിനകത്ത് നിന്നിലൂടെ എൻ്റെ ദൈവത്തിന് ചിലത് ചെയ്യുവാനുണ്ട്, എൻ്റെ ദൈവത്തിന് ചിലത് പ്രവർത്തിക്കുവാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒത്തിരി അനർത്ഥങ്ങൾ കാണുമാറാക്കിയവനെ ഇന്ന് പകലില് നിന്നെ വിടുവിപ്പാൻ കഴിവുള്ള സർവശക്തനായ ദൈവം മരണത്തിന്റെ ദുഃഖത്തിന്റെ വേളകൾ നിന്റെ കുടുംബത്തിനകത്ത് അലതല്ലുവാൻ അനുവദിക്കാതവണ് നിന്റെ കുടുംബത്തെ സംരക്ഷിച്ചൊരു കരമുണ്ട്. ആമേൻ. എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവ് എന്നോട് ആമേൻ ഇന്ന് ആമേൻ ഇങ്ങനെ പറയുവാൻ പറയുന്നു. ഒത്തിരി മരണഭാഷങ്ങൾ നിന്റെ കുടുംബത്തിനകത്ത് കടന്നു വന്നു. ഒത്തിരി മരണഭാഷങ്ങൾ, ഒന്നല്ല രണ്ടല്ല. ആമേൻ. എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നതിന് 6 കഷ്ടം നിന്റെ ജീവിതത്തിനകത്ത് കടന്നു വന്നു. കരയുന്ന സഹോദരി, ഈ 7ാമത്തതില്, അതെ, കരയുന്ന സഹോദരി, നിന്നോട് ഞാൻ വിളിച്ചു പറയട്ടെ, ഈ 7ാമത്തതില് തിന്മ നിന്റെ കുടുംബത്തെ തൊടത്തില്ല. നിന്റെ അതിരിനകത്ത് ആമേൻ ആ നിലവിളിയുടെ ശബ്ദം കേൾക്കുവാൻ സ്വർഗം അനുവദിക്കത്തില്ല. ജൂഡബബ ശബ്ദനാരകൾ കടകസി അർത്ഥപ്രൗഢവന ദീപലകടകസി. പലരും ചിന്തിക്കുന്നുണ്ട്, ആമേൻ, ഇപ്പോൾ ചത്തുപേർക്ക്. എന്നാൽ പൗലോസിന്റെ കയ്യിൽ, ആമേൻ, മെലീത്തയിൽ ആമേൻ അകപ്പെട്ട പൗലോസിന്റെ കയ്യിൽ ആമേൻ അണലി ചുറ്റിയത്, ആമേൻ, ഹല്ലേലൂയ, കൂടി നിന്ന ഒരുത്തന്റെ മേലുമല്ല, പ്രാർത്ഥിക്കുന്ന ഒരു അഭിഷക്തന്റെ മേൽ, വെളിപ്പാട് പ്രാപിച്ച ഒരു അഭിഷക്തന്റെ മേൽ, ദർശനം പ്രാപിച്ച ഒരു അഭിഷക്തന്റെ മേൽ, ദൈവത്തോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു അഭിഷക്തന്റെ മേൽ ഇന്ന് പകൽ ചില വ്യക്തികളോടായി പ്രവചന ദൂതനാൽ ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ കരത്തിൽ ചുറ്റിയ, ആമേൻ, നിന്റെ കരത്തിൽ ചുറ്റിയ, പ്രാർത്ഥിക്കുന്നതിന്റെ നിന്റെ കരത്തിൽ ചുറ്റിയ ആ അണലി ഇന്ന് പകൽ തീക്കകത്ത് വീഴുവാൻ പോകുകയാ. ജൂഡബബ ശംതനാരകൾ കടകസി. നിന്റെ മരണം കാണുവാൻ കാത്തിരിക്കുന്നവരുടെ മധ്യത്തിൽ, ആമേൻ, ബന്ധുക്കളുടെ മധ്യത്തിൽ, ദേശത്തിന്റെ മധ്യത്തിൽ, ഒരു കൂട്ടം സമൂഹത്തിന്റെ മധ്യത്തിൽ ഇപ്പോൾ മരിക്കോ, ഇപ്പോൾ ചത്തുവീർക്കോ, ഇപ്പോൾ പരാജയം സംഭവിക്കും. നോ, ഇല്ല. പ്രാർത്ഥിക്കുന്നതിന് അതിനെ തകർക്കുവാൻ ആമേൻ ഒരു മെലീത്തയ്ക്കും കഴിയത്തില്ല, ഒരു ആമേൻ ഒരു അണലിക്കും കഴിയത്തില്ല. ജൂഡബബ ശംതന ഹടകശിയംതന. കാരണം എന്താണെന്നറിയാവോ? അവൻ സിംഹത്തിന്മേലും ആണനുമേലും ചവിട്ടുവാനുള്ള അധികാരം അവൻ നിനക്ക് നൽകിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എനിക്കറിയത്തില്ല, പലരും ആമേൻ എപ്പോൾ ഒരു ശവപ്പെട്ടി നിന്റെ വീടിന്റെ മുന്നിൽ കാണുമെന്ന് നോക്കുന്നവരുണ്ട്. ചിലത് അവകാശം പറയുവാൻ, എനിക്കറിയത്തില്ല, കർത്താവിനോട് അങ്ങനെ പറയുവാൻ പറയുന്നു. റിസീവ് ചെയ്തവർ കരങ്ങൾ ഉയർത്തിയൊന്ന് സ്തോത്രം പറഞ്ഞു. അത് എന്നോട് സംസാരിക്കുന്നത്. നിന്റെ പരാജയം കാണുവാൻ, നിന്റെ കുടുംബത്തിന്റെ പരാജയം കാണുവാൻ, നിന്റെ കുടുംബ ജീവിതത്തിന്റെ പരാജയം കാണുവാൻ, നിന്റെ തലമുറയുടെ പരാജയം കാണുവാൻ, ആമേൻ, ഹല്ലേലൂയ, നോക്കി നിൽക്കുന്നവരുണ്ട്. ഇന്ന് വൈകവൾ കരയുന്ന ഓരോ തുള്ളി കണ്ണുനീരിനും ജൂഡബബ ശംതനാരകൾ കടകശി അർത്ഥപ്രൗഢവന ദീപലകടക ശംതനാരകൾ കടകശി. ആമേൻ, ഹല്ലേലൂയ. എനിക്കറിയത്തില്ല, നാളെ ആമേൻ മരിക്കുമെന്നറിയുമ്പോൾ ഇന്ന് അനുഭവിക്കുന്ന ഒരു മരണവെപ്രാളമുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, അങ്ങനെ കരയുന്ന ആരോ, ആമേൻ, മരണത്തെ മുഖാമുഖം കാണുന്ന ആരോ ഇന്ന് പകൽ ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. കർത്താവ് കുടുംബത്തെ തൊടുവാൻ പോകുന്നത് കേട്ടോ. നീ ഇതിനകത്തിരുന്ന് കരയുന്നത്, നീ ഈ പെട്ടകത്തിനകത്തിരുന്ന് കരയുന്നത്, ആമേൻ, നീ സഭയ്ക്കകത്തിരുന്ന് കരയുന്നത്, അത് ദൈവപ്രവൃത്തിയാ. നിനക്ക് വേണ്ടി കരയുന്ന ഒരു കൂട്ടമുണ്ട് കേട്ടോ. നിന്റെ കുടുംബത്തിന് വേണ്ടി ആമേൻ സദാസമയം ജാഗരിക്കുന്ന ചില ഭക്തന്മാരുണ്ട് കേട്ടോ. ജൂഡബബ ശംതനാരകൾ കടകശി വൈഡൽ പ്രൗഢവന അഥനകടക ശംതനാരകൾ കടകശി. ഹന്നയോട് ആമേൻ ഏലി പുരോഹിതൻ പറഞ്ഞൊരു
ദൂതുണ്ട്, നീ സമാധാനത്തോടെ പോക. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, ഇനി നിന്നെ കരയുവാൻ അനുവദിക്കത്തില്ല. ആമേൻ, ഹല്ലേലൂയ. ഇനി ഈ വിഷയത്തിന്റെ മേൽ നെടുവീർപ്പിടുവാൻ അവൻ അനുവദിക്കത്തില്ല. ഇന്ന് പകൽ ആരോട് പറയുന്ന ഒരു ദൂത, ഇനി നീ ആ വിഷയത്തിന്മേൽ കരയുവാൻ ദൈവം അനുവദിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ, നീ കരയാതെ വണ്ണ നിന്റെ അതരത്തെ ദൈവം അടക്കുവാൻ പോവുകയാ. ജൂഡബന ശംതനാരകൾ കടകശി അർത്ഥപ്രൗഢബന ദീപലകടക ശംതനാരകൾ കടകശി. ആമേൻ, പുറമേ കാണുമ്പോൾ പല കുടുംബത്തിനും വളരെ ഭംഗിയാ, പക്ഷേ ആ കുടുംബത്തിന്റെ അകത്തളത്തിലോട്ടങ്ങ് ഇറങ്ങണ കുപ്പി ഗ്ലാസ് പോലെയാ. ആമേൻ, എപ്പോ പൊട്ടും. ആമേൻ, ചില ലെവലുകൾ മാറുന്നു. ചില കുടുംബ ജീവിതത്തിന്റെ ലെവലുകളെ കർത്താവ് ആമേൻ വിധിയെഴുത്തുകളെ എനിക്കറിയത്തില്ല. ആമേൻ, ഹല്ലേലൂയ. ആരൊക്കെയോ കുടുംബ ജീവിതത്തിന് എക്സ്പയറി ഡേറ്റ് പറഞ്ഞിരിക്കുന്നുണ്ട്. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ആ എക്സ്പയറി ഡേറ്റിനെ എന്റെ കർത്താവ് തിരുത്താൻ പോവുകയാ. ജൂഡബബ ശംതനാരകൾ കടകശിയ അഥനകടക ശംതനാരകൾ പ്രൗഢബന. ഹല്ലേലൂയ. മാനുഷിക വിധിയെഴുത്തുകൾക്ക്, ആമേൻ, മാനുഷിക വിധിയെഴുത്തുകളെ എന്റെ ദൈവം ഇന്ന് പകലിൽ മാറ്റി എഴുതുവാൻ പോവുകയാ. പ്രൈസ് ദി ലോർഡ്. എത്ര പേർ വിശ്വസിക്കുന്നു? ആമേൻ, ബാലസിംഹങ്ങൾ വിശന്ന് ആമേൻ ഇരകിട്ടാതെ ഭാരപ്പെടട്ടെ. എന്നാൽ യഹോവയെ അന്വേഷിക്കുന്ന ഒരു വ്യക്തിക്ക് വിശ്വാസത്തോടെ പറയുവാൻ കഴിയണം, യഹോവയെ അന്വേഷിക്കുന്ന എനിക്ക് അവൻ ഒരു മുട്ടും വരുത്തത്തില്ല. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനം 23 പറയുന്നു, യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് ഒരു മുട്ടും ഉണ്ടാകയില്ല. പ്രൈസ് ദി ലോർഡ്. യഹോവ നിന്റെ ഇടയനാണോ? യഹോവയുടെ കൂടെയാണോ നീ? നല്ലവനായ കർത്താവിന്റെ കൂടെയാണോ? ഇന്ന് പകൽ ഞാൻ പറയട്ടെ, നീതിമാന്റെ സന്തതി അപ്പം ഇരക്കുവാൻ സ്വർഗം അനുവദിക്കത്തില്ല. കാരണം എന്റെ അപ്പന്റെ സന്നിധിയിൽ ധനവും മാനവും പുരാതന സമ്പത്തുമുണ്ട്. നിന്റെ ബാധ്യതയെ തീർത്തു തരുവാൻ, നിന്റെ ഞെരുക്കത്തെ മാറ്റി തരുവാൻ, നിന്റെ ഇല്ലായ്മയെ മാറ്റി തരുവാൻ അപ്പന്റെ സന്നിധിയിൽ ധനവും മാനവും പുരാതന സമ്പത്തുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ അപ്പന്റെ മക്കളാ നമ്മൾ. ആമേൻ, ആ അപ്പന്റെ മക്കളാ നമ്മൾ. എത്ര പേർ പറയൂ, ആ നല്ല അപ്പന്റെ മക്കളാ ഞാൻ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആർക്കും ഉറപ്പില്ലേ? ആമേൻ, ഞാൻ സംഘത്ത് കൈവച്ചു പറയൂ, ആ അപ്പന്റെ മകളാ ഞാൻ. അങ്ങനെയെങ്കിൽ ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആ അപ്പന്റെ മക്കളോ? ആ അപ്പന്റെ സന്നിധിയിൽ എന്തുണ്ട്? ധനവും മാനവും പുരാതന സമ്പത്തുമുണ്ട്. അത് ആർക്കുള്ളതാ? ആ അപ്പന്റെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാ. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതായത് എനിക്കും നിങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ആ അപ്പന്റെ സമ്പത്ത് അവൻ ഒരുക്കി വെച്ചേക്കുക. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ഹല്ലേലൂയ. അത് പ്രാപിക്കുവാനുള്ള സമയത്തിൽ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ദൈവത്തിന്റെ വചനം പറയുന്നു, ആമേൻ, നിങ്ങൾ പണ്ടുള്ളവയെ നോക്കണ്ട, നിങ്ങൾ മുമ്പുള്ളത് നിരൂപിക്കുകയും വേണ്ട, അവൻ പുതിയത് ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. അവൻ പുതിയത് ചെയ്യുന്നു. അവൻ പഴയത് കഴിഞ്ഞു, പഴയത് പോയി. പ്രൈസ് ദി ലോർഡ്. അവൻ പുതിയത് എനിക്കറിയത്തില്ല ആർക്കും ആ ദൂത് പിടികിട്ടിയില്ല എന്ന് തോന്നുന്നു. ആമേൻ, നിങ്ങൾ പണ്ടുള്ളവയെ ആ തോറ്റം പാടുന്ന അവസ്ഥ അങ്ങ് വിട്ടുകളാ, ആ ഇല്ലായ്മ പറയുന്ന അവസ്ഥ വിട്ടുകളാ, ആമേൻ, ചോദ്യം ചെയ്യൽ വിട്ടുകളാ. അവൻ പുതിയത് ചെയ്യുന്നു. ജൂഡബന ശംതനാരകൾ കടകശി അർത്ഥപ്രൗഢബന ധീബലകടകശി. അവൻ പുതിയത് ചെയ്തു തരുന്ന ദൈവമാ. ആമേൻ, മരുഭൂമിയിൽ നിർജ്ജന പ്രദേശത്ത് അവൻ നീരോട്ടത്തെ തരുന്ന ദൈവമാ. മരുഭൂമിയിൽ എന്താ ഉള്ളത്? വരൾച്ചയാ. പ്രൈസ് ദി ലോർഡ്. അവിടെ ഒന്നും ഉണ്ടാകത്തില്ല, അവിടെ സസ്യാദികൾ ഉണ്ടാകത്തില്ല. പക്ഷേ യഹോവയെ അന്വേഷിക്കുന്ന നീ ആ മരുഭൂമിയിലാകട്ടെ, നീ അവിടെ തഴച്ചു വളരൂ. കാരണം ആ നിർജ്ജന പ്രദേശത്ത് നീരോട്ടത്തെ തുറക്കുവാൻ ജൂഡബന ശംതനാരകൾ കടകശി അർത്ഥപ്രൗഢബന ധീബലകടക ശംതാരകന ജൂഡബന ശിയാംതനാരകൾ കടകശി ആർത്തുനാരകൾ ശമനകടകശിയ. മരുഭൂമിയാണോ? ഭയപ്പെടേണ്ട. സ്തോത്രം പറ. കാരണം മരുഭൂമിയിൽ നിർജ്ജന പ്രദേശത്ത് നീരൂട്ടത്തെ തുറന്നു തരുന്ന ആ നല്ലവനായ കർത്താവുണ്ട്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് പറയുവാൻ കഴിയും? സങ്കീർത്തനം 84:11 പ്രകാരം പറയുന്നു, നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. അതേ, നേരോടെ നടക്കുന്നവർക്ക്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവസന്നിധിയിൽ നേരോടെ നടക്കുന്നവർക്ക്, ആമേൻ, ദൈവത്തെ ആരാധിക്കുന്നവർക്ക്, ആമേൻ, പ്രാർത്ഥിക്കുന്നവർക്ക്, സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നവർക്ക് അവൻ ഒരു നന്മയ്ക്കും മുടക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവത്തെ ആര് സ്തുതിക്കുമോ അവർക്കൊരു നന്മയും അവൻ മുടക്കത്തില്ല. സ്തുതിക്കുന്നവനും സ്തോത്രം ചെയ്യുന്നവനോ അവൻ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. ലോകം നിന്നെ താഴെയിടാൻ ശ്രമിക്കുമ്പോൾ നീ സ്തുതിച്ചു തുടങ്ങിക്കൊള്ളു. കാരണം സ്തുതിക്കുന്നവനെ മാനിക്കുന്ന ഒരു കർത്താവുണ്ട്. ദൈവത്തിന്റെ വചനം പറയുന്നു, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നീ ദൈവത്തെ മാനിക്കുമെങ്കിൽ, ദൈവത്തിന് കൊടുക്കേണ്ട സ്തോത്രവും സ്തുതിയും നീ ഉയരത്തിലുള്ള അപ്പന് കൊടുക്കുമെങ്കിൽ, നിന്നെ മാനിക്കുന്ന
മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ പോകുന്ന ഏത് സ്ഥാനത്തോ ആ നല്ലവനായ കർത്താവിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. യോശുവയുടെ കർത്താവ് പറഞ്ഞു, ആമേൻ, ഭയപ്പെടേണ്ട. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു ശത്രുവിനെയോ നീ ഭയപ്പെടേണ്ട. ഞാൻ നിനക്ക് വേണ്ടി വൻ കാര്യം ചെയ്യൂ. ആമേൻ. നിന്റെ ജീവകാലത്ത് ഒരു മനുഷ്യനോ നിന്റെ നേരെ നിൽക്കത്തില്ല. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, നിന്റെ കുടുംബത്തിന് നേരെ, പ്രാർത്ഥിക്കുന്ന നിനക്ക് നേരെ ഒരു ശക്തിക്കും നിൽക്കുവാൻ കഴിയത്തില്ല. എത്ര പേർ വിശ്വസിക്കുന്നു? ഒരു ആയുധത്തിനോ, ഒരു മരണത്തിനോ, ഒരു തോൽവിക്കോ, ഒരു പരാജയത്തിനോ ആമേൻ നിന്റെ ജീവിതത്തിൽ സ്ഥാനമില്ലേ ഇല്ല. ജൂഡവന ശബ്ദനാരകൾ കടകസിയോ അൽഗൽ പ്രൗഢവനാരകൾ ശമന കടകസി. തോൽവി പിശാചിന്റെ പദ്ധതിയാ. ആമേൻ. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, പ്രാർത്ഥിക്കുന്ന നിന്റെ ചരിത്രത്തെ മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് വൈകിവേളയിൽ എത്ര പേർക്ക് പറയുവാൻ കഴിയോ? അവൻ എൻ്റെ ചരിത്രത്തെ മാറ്റും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ കുടുംബത്തിന്റെ ചരിത്രത്തെ മാറ്റും. എൻ്റെ തലമുറയുടെ ചരിത്രത്തെ മാറ്റും. എൻ്റെ മിനിസ്ട്രിയുടെ ചരിത്രത്തെ അവൻ മാറ്റും. ചൂടവന രമനകശിയാം തനാരകൾ ശമനഹടകശിയ. ആമേൻ. ആ ചരിത്രം മാറ്റിയത് കൊണ്ടാ പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടാ ഇത്രയും ശക്തിയോടെ നിങ്ങളോട് ആമേൻ ഇങ്ങനെ ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുവാൻ കഴിയുന്നത്? ആമേൻ. ഒന്നുമില്ലാതെ കിടന്ന ഞങ്ങളുടെ ചരിത്രത്തെ മാറ്റിയൊരു ദൈവമുണ്ട്. ലോകത്തിൽ തകർന്നു പോകേണ്ട ഞങ്ങളുടെ ചരിത്രത്തെ മാറ്റിയൊരു ദൈവമുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ, നല്ല വസ്ത്രമില്ലാതെ, സഞ്ചരിക്കുവാൻ നല്ല വാഹനമില്ലാതെ, പാർക്കുവാൻ നല്ല പാർപ്പിടമില്ലാതെ കിടന്ന ആമേൻ ഒരു ദരിദ്ര കുടുംബത്തിൽ കിടന്ന എന്നെയും എൻ്റെ കുടുംബത്തെയോ എൻ്റെ ദൈവത്തിനെ മാനിക്കുവാൻ കഴിയുമെങ്കിൽ ഞാൻ ആമേൻ വിളിച്ചു പറയട്ടെ, നിങ്ങളുടെ ഓരോരുത്തരുടെയോ ചരിത്രത്തെ മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അവൻ ചരിത്രത്തെ മാറ്റും. കേട്ടോ? ആമേൻ. ദൈവത്തിന് ഒരു കുടുംബത്തിൽ ആമേൻ ഹല്ലേലൂയ ആമേൻ പദ്ധതിയുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, നിന്റെ ചരിത്രം മാറും. പ്രൈസ് ദി ലോർഡ്. നിന്റെ തലമുറകളിലൂടെ ആ ചരിത്രം മാറ്റി തിരുത്തപ്പെടും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. നിങ്ങളുടെ കാലം വരെ ആമേൻ ഒരു പക്ഷേ ആമേൻ ചരിത്രം കഷ്ടതയായിരിക്കാം. പക്ഷെ ഞാൻ പറയട്ടെ, നിങ്ങളുടെ തലമുറകളിലൂടെ ആ ചരിത്രം വഴിമാറുകയോ ചില ഗതികേടുകളുടെ സ്ഥിതിഗതികൾക്ക് ഒരു മാറ്റത്തെ അവൻ വരുത്തുവാൻ പോവുകയോ. വ്യക്തമായി പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ച ദൂത പ്രിയ സുനിൽ ബ്രദർ. സുനിൽ ബ്രദർ അല്ലേ ബ്രദറിന്റെ പേര്? ആമേൻ. എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞ ദൂതിത. ആമേൻ. ഹല്ലേലൂയ. ബ്രദറിന്റെ ജീവിതത്തിൽ ചിലപ്പോൾ ആമേൻ ആ ചരിത്രത്തിനൊരു മാറ്റം സംഭവിച്ചില്ലായിരിക്കാം. പക്ഷെ ഞാൻ പറയട്ടെ, അത് തലമുറകളിലേക്ക് വരുമ്പോൾ ആമേൻ ലോകം എഴുതിയ ചില ചരിത്രത്തിന്റെ വിധി എഴുത്തുകളെ മാറ്റി ആമേൻ തലമുറകളുടെ ചരിത്രങ്ങൾ മാറ്റുന്നൊരു നല്ല കർത്താവ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിൽ ആമേൻ അത് റിസീവ് ചെയ്യുവാൻ തയ്യാറായിക്കോ. ദൈവം വരുന്ന വർഷങ്ങളിൽ ആ ചരിത്രങ്ങളുടെ വിധിയെഴുത്തുകളുടെ ആമേൻ വിടുതലുകളെ വാതോരാതെ പ്രസ്താവിക്കുവാൻ ദൈവം അധികാരപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. എന്നോട് കർത്താവ് അങ്ങനെ പറയുവാൻ പറഞ്ഞു. കേട്ടോ? ആമേൻ. ലോകം എഴുതുന്ന വിധിയെഴുത്തുകളുണ്ട്, മനുഷ്യർ എഴുതുന്ന വിധിയെഴുത്തുകളുണ്ട്. ആമേൻ. ലോകത്തിന് പറയുവാൻ ആമേൻ ഹല്ലേലൂയ ചില വിധിയെഴുത്തുകളേ ഉള്ളൂ. പക്ഷെ ദൈവത്തിന് ഒരൊറ്റ വാക്ക് മതി. ആമേൻ. നിന്റെ ചരിത്രത്തെ, കുടുംബത്തിന്റെ ചരിത്രത്തെ മാറ്റുവാൻ. ചൂടവന ശബ്ദനാരകൾ കടകശിയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. സങ്കീർത്തന ആമേൻ 3:6 ഇപ്രകാരം പറയുന്നു, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുമടക്കുന്നവർക്ക് ഉള്ള പ്രത്യേകതയാണ്. ആമേൻ. ഹല്ലേലൂയ. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനം പറയുന്നു, മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പീൻ, അതോടുകൂടെ നിങ്ങൾക്ക് സകലതും ലഭിക്കും. ആമേൻ. അങ്ങനെയെങ്കിൽ ആമേൻ നിങ്ങളുടെ നല്ല സമയം, ആമേൻ TV കാണേണ്ട സമയം, മൊബൈൽ വാച്ച് ചെയ്യേണ്ട സമയം, ഫേസ്ബുക്കിൽ ഞോണ്ടേണ്ട സമയം ആമേൻ നിങ്ങൾ കർത്താവിന് വേണ്ടി കൊടുത്തു. ആമേൻ. ഇത് വൃഥാവല്ല. കേട്ടോ? നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെയോ നിന്നെ പിന്തുടരുന്ന ദിവസം ഇത് അടുത്തുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഈ ദിവസങ്ങളിൽ ചില പുതിയ വഴികൾ, എനിക്കറിയത്തില്ല, ചില പുതിയ വഴികൾക്ക് വേണ്ടി അപ്ലൈ ചെയ്ത് വെയിറ്റ് ചെയ്യുന്നവരുണ്ട്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് എന്നോട് അങ്ങനെ ഒരു ദൂത് പറയുവാൻ പറയുന്നു. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ചില പുതിയ വഴിത്തിരിവുകൾ, ചില പുതിയ മേഖലകൾ, ആമേൻ ചില പുതിയ പച്ചപ്പിന്റെ അനുഭവങ്ങൾ സ്വർഗം നിന്റെ ജീവിതത്തിനകത്ത് ഒരുക്കുവാൻ പോകുക. കേട്ടോ? ആമേൻ. ഹല്ലേലൂയ. ചില പുതിയ കാൽവെപ്പുകൾക്ക് വേണ്ടി, ചില പുതിയ അവസരങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർ, ആമേൻ ഹല്ലേലൂയ, ആമേൻ ചില ചേഞ്ചസ് ആഗ്രഹിക്കുന്നു. എനിക്കറിയത്തില്ല ആമേൻ
ആമേൻ ഒരു ജീവിതത്തിനകത്ത് ഒരു ചേഞ്ചസ് ആഗ്രഹിക്കുന്നു. കർത്താവ് പറയുകയാ, ആമേൻ നീ ഏത് ചേഞ്ച് ആണ് ആഗ്രഹിച്ചത് ആ വിഷയത്തിന്മേൽ ഒരു വലിയ വിടുതൽ സ്വർഗം ആഗ്രഹിക്കുക ചെയ്യുവാൻ പോകുകയാ. ഇന്ന് പകൽ സ്തോത്രം പറഞ്ഞു. നീ എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു, നീ എവിടെ പാർക്കുവാൻ ആഗ്രഹിക്കുന്നു, നീ എവിടെ ജോലി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു, നീ എവിടെ ഉയർച്ച പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നു, അവിടെ ഒരു വിടുതൽ പ്രൈസ് ദി ലോർഡ് സ്വർഗം ഈ ദിവസങ്ങൾ അയക്കുവാൻ പോകുകയാ. ഹല്ലേലൂയ. ആമേൻ. ദൈവം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിശ്ചയമായി ഞാൻ പറയട്ടെ, ആമേൻ, അതങ്ങനെ സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്. സദൃശവാക്യം 8:18 ഇപ്രകാരം പറയുന്നു, എൻ്റെ പക്കൽ ധനവും മാനവും പുരാതന സമ്പത്തും നീതിയുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഞാൻ വെറുതെ അല്ല പറഞ്ഞത്. ആമേൻ, ആമേൻ. സ്വർഗത്തിലെ അപ്പന്റെ കയ്യിൽ ധനവും മാനവും പുരാതന സമ്പത്തുമുണ്ട്. പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തനാണോ നീ? ആമേൻ. എവിടെ ഇറങ്ങി തിരിച്ചാലും ആമേൻ നിനക്ക് വേണ്ടതിനെ കർത്താവ് ഒരുക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം മുതൽ 16-ാമത്തെ വാക്യം വരെ വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. എലീശ പ്രവാചകൻ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ഏലിയാവ്, ആമേൻ, ഹല്ലേലൂയ, മഴ ആമേൻ പെയ്യയില്ല എന്ന് യഹോവ പറഞ്ഞ ദൂതൻ പ്രകാരം, ആമേൻ, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ആമേൻ ഈ ആണ്ടിൽ മഞ്ഞും മഴയും ഉണ്ടാകത്തില്ലെന്ന് പ്രവചിച്ചു മടങ്ങുമ്പോൾ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഭക്തൻ അറിയാം, ആമേൻ, ഹല്ലേലൂയ, മഞ്ഞും മഴയും ഇല്ലെങ്കിൽ വിതയും കൊയ്ത്തുമില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പച്ചപ്പിന്റെ അനുഭവം ഇല്ല, നീരോട്ടം വറ്റിപ്പോകും. ആമേൻ. ഭക്തൻ അറിയാം. പക്ഷേ ആമേൻ കർത്താവ് പറഞ്ഞ വാക്കിനനുസരിച്ച് ആമേൻ ദേശത്തോട് പ്രവചിച്ചിട്ട് ആമേൻ ഭക്തൻ മടങ്ങി. പക്ഷേ ആമേൻ, ഹല്ലേലൂയ, കർത്താവ് അഭിഷക്തനോട് ദൂത് പറയുവാൻ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആമേൻ കർത്താവിന് അറിയാം ഇവനെ സംരക്ഷിക്കേണ്ടത് അവന്റെ ഉത്തരവാദിത്വമാണ്. കാരണം ഹല്ലേലൂയ, ആമേൻ, പ്രവാചകൻ കർത്താവിനോടൊപ്പം സഞ്ചരിക്കുന്നവനാണ്, പ്രാർത്ഥിക്കുന്നവനാണ്, ദൈവത്തിന്റെ ആലോചനകൾ അറിയിക്കുന്നവനാണ്. ആ ഭക്തന് ഒരു മുട്ടുവരുത്തുവാൻ സ്വർഗം അനുവദിക്കുമോ? ഒരിക്കലും ഇല്ലേ ഇല്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് പറഞ്ഞു, നീ ആമേൻ ചെന്ന് ആമേൻ കെരീത്തിനരികെ ചെന്ന് ആമേൻ ഒളിച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. കാരണം ഒളിച്ചിരിക്കാൻ പറഞ്ഞത് ആമേൻ ആമേൻ പ്രവാചകന് വേണ്ട അപ്പവും ഇറച്ചിയും വെള്ളവും എല്ലാം കർത്താവ് കൽപ്പിച്ചയച്ചേക്കുക. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എവിടെ ഒരു പ്രവചനം വെളിപ്പെട്ടോ, എവിടെ മഞ്ഞും മഴയും ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞോ, ആ സെക്കൻഡിൽ തന്നെ ആമേൻ പ്രവാചകന് വേണ്ട അപ്പവും ആമേൻ ഇറച്ചിയും ആമേൻ തനിക്ക് വേണ്ട വെള്ളത്തിനെയും എൻ്റെ കർത്താവ് ഒരു സ്ഥലത്ത് കരുതി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കെരീത്തിൽ ഒളിച്ചിരുന്ന് കെരീത്തിൽ നിന്ന് വെള്ളം കുടിക്കുവാനോ ആമേൻ നമുക്ക് ചിന്തിക്കുവാൻ പോലും പറ്റാത്ത തരത്തിൽ കാക്കയുടെ ചുണ്ടിൽ ആമേൻ ഇറച്ചിയും ആമേൻ അപ്പവും ആമേൻ വലിയൊരു സേഫ് സൂണിലൂടെ കാക്ക കൊണ്ടുവന്ന് ആമേൻ കൊടുത്തുവെങ്കിൽ ഇന്ന് പകൽ ഞാൻ പറയട്ടെ, നീ പ്രതീക്ഷിക്കാത്ത വഴികളിൽ കൂടി, നീ ചിന്തിക്കാൻ പറ്റാത്ത തരത്തിൽ ആമേൻ അപ്രതീക്ഷിതമായ സാഹചര്യത്തിൽ കൂടെ ദേശത്ത് വരൾച്ചയുണ്ടാകട്ടെ, ദേശത്ത് മഴ ഉണ്ടാകാതിരിക്കട്ടെ, ദേശത്ത് എന്ത് വിഷയം സംഭവിക്കട്ടെ, പക്ഷെ നിന്റെ ഭവനത്തിനകത്ത്, നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ തൊഴിൽ മേഖലയിൽ ആമേൻ ഹല്ലേലൂയ ഒരു തകർച്ച വരുവാൻ സ്വർഗം അനുവദിക്കത്തേയില്ല. പ്രൈസ് ദി ലോർഡ്. കാരണം പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തന് വേണ്ടത്, കരയുന്ന ഒരു ദൈവ പൈതന് വേണ്ടത് സ്വർഗം തന്ന് മാനിക്കുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടേണ്ട നമുക്ക് ആമേൻ നമ്മൾ ദൈവത്തോടൊപ്പം ആയിരിക്കുമെങ്കിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് വേണ്ടി കർത്താവ് അത്ഭുതങ്ങളെ ചെയ്തുകൊണ്ടേയിരിക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പരാജയം ഇടുവാൻ ദൈവം അനുവദിക്കത്തില്ല. ആമേൻ. ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് കടന്നു വരും. അതിനെന്തിനാണെന്നറിയാവോ? നമ്മൾ ജഡമാ. പ്രൈസ് ദി ലോർഡ്. രോഗമില്ലേ? രോഗം വരും. സാമ്പത്തിക ഞെരുക്കം ഉണ്ടാകത്തില്ലേ? ഉണ്ടാകും. ആമേൻ. മക്കളിൽ നിന്ന് പ്രതികൂലം ഉണ്ടാകത്തില്ലേ? ഉണ്ടാകും. ആമേൻ. കുടുംബ ജീവിതത്തിനകത്ത് ഉണ്ടാകത്തില്ലേ? ഉണ്ടാകും. പക്ഷെ തകർന്നു പോകുവാൻ അവൻ അനുവദിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. പൊളിഞ്ഞു പോകുവാൻ അവൻ അനുവദിക്കത്തില്ല. നിന്റെ ജീവിതത്തിൽ നിന്റെ സകല മേഖലകൾക്കകത്ത് പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ പ്രൊട്ടക്ഷനാൽ നിന്റെ തലമുറകൾക്ക് ചുറ്റും, നിന്റെ കുടുംബത്തിന് ചുറ്റും, നിന്റെ ദേശത്തിന് ചുറ്റും, നിന്റെ നന്മയ്ക്ക് ചുറ്റും ആമേൻ സ്വർഗത്തിലെ ദൈവം ആമേൻ ഒരു പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കരയുന്ന നീ ആമേൻ വായ്പ വാങ്ങുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് നീ വായ്പ വാങ്ങുന്നുണ്ടെങ്കിൽ ഞാൻ ആത്മാവിൽ പ്രവചിക്കട്ടെ, വരുന്ന ആണ്ടിൽ നീ അനേകർക്ക് കൊടുക്കുന്നവനായി മാറും, നീ അനേകർക്ക് കൊടുക്കുന്നവളായി മാറും. ആമേൻ. ഇന്ന് നീ ആര് തരും, എവിടെ നിന്ന് കിട്ടുമെന്ന് കരയുന്നുണ്ടോ? പൈസയ്ക്ക് വേണ്ടി, പണത്തിന്
വേണ്ടി നീ യുദ്ധം ചെയ്യുന്നുണ്ടോ? ഞാൻ പറയട്ടെ, നീതിമാന്റെ സന്തതി അവൻ അപ്പം ഇറക്കുവാൻ അനുവദിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ജൂഡബനാശിയം തനാരകൾ കടകശി. നിന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് ദൈവം നിന്നെ നന്മകളാൽ നിറയ്ക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എല്ലാവർക്കും അറിയാം, യോസേഫ് ആമേൻ ദർശനമുള്ളവൻ, കാഴ്ചപ്പാടുള്ളവൻ. ആമേൻ. ഹല്ലേലൂയ. ദർശനം നിമിത്തം പൊട്ടക്കിണറ്റിൽ ആമേൻ തള്ളപ്പെട്ടവൻ. ആമേൻ. അവിടെ നിന്നും പോത്തിഫറിന്റെ ഭവനത്തിൽ 20 വെള്ളിക്കാശിന് ആമേൻ വിറ്റുകളഞ്ഞു സഹോദരന്മാർ. ആമേൻ. ഞാൻ പറയട്ടെ, ആമേൻ ആമേൻ യോസേഫ് എങ്ങനെയുള്ളൊരു വ്യക്തിയായിരുന്നു? അവൻ പ്രാർത്ഥിക്കുന്നവനായിരുന്നു, അവൻ ദർശനം കാണുന്നവനായിരുന്നു. സഹോദരങ്ങളോട് തെറ്റ് ചെയ്തിട്ട് മതിയായ സ്നേഹവും വാത്സല്യവുമുള്ള മകൻ, മാതാപിതാക്കളോട് സ്നേഹം ആമേൻ ഉള്ള മകൻ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയട്ടെ, ആമേൻ ഹല്ലേലൂയ, പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തനായ യോസേഫ്. അതുകൊണ്ടാണ് അവൻ എല്ലാവരാലും ഒറ്റപ്പെട്ടത്. ഇന്ന് പകലിൽ പ്രാർത്ഥിക്കുന്ന നീ എവിടെയെങ്കിലും ഒറ്റപ്പെടുന്നുണ്ടെങ്കിൽ ചിന്തിച്ചോളൂ, നിന്റെ മേൽ അസാധാരണമായ ഒരു സാന്നിധ്യമുണ്ട്, നിന്റെ മേൽ അസാധാരണമായ ഒരു അനോയിന്റിംഗ് പവർ ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, നിന്നെ തകർക്കുവാൻ ഒരു പൊട്ടക്കിണറിനും കഴിയത്തില്ല കേട്ടോ, ഒരു കാരാഗ്രഹത്തിനും കഴിയത്തില്ല. കാരാഗ്രഹം പരാജയപ്പെടുന്നവന്റെ ആമേൻ ഹല്ലേലൂയ, പൊട്ടക്കിണർ പരാജയപ്പെടുന്നവന്റെ. പക്ഷേ അതിൽ നിന്നെല്ലാം വീണ്ടെടുക്കുന്ന ഒരു നല്ല കർത്താവുണ്ട്. ഏത് പരാജയത്തിന്റെ പടകുകളിലോ, ഏത് പരാജയത്തിന്റെ ജീവിതത്തിനകത്തോ നിന്റെ ഇന്നലകളിലെ പരാജയത്തെ മാറ്റിത്തരുവാൻ കഴിവുള്ള ഒരു സർവശക്തനായ ദൈവം. പ്രൈസ് ദി ലോർഡ്. അവൻ വന്നിട്ടുണ്ടെങ്കിൽ, അവൻ കരം പിടിച്ചിട്ടുണ്ടെങ്കിൽ, ഏത് നാശകരമായ കുഴിയിൽ നിന്ന്, കുഴഞ്ഞ ചേറ്റിൽ നിന്നും സങ്കീർത്തനം 40:1 പറയുന്നു, നാശകരമായ കുഴിയിൽ നിന്ന്, കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എൻ്റെ കാലുകളെ ആമേൻ ഹല്ലേലൂയ പാറമേൽ നിർത്തി. ഇന്ന് പകലിൽ നീ നിൽക്കുന്നത് ഉറപ്പുള്ള പാറമേല. ആമേൻ. ആ പാറയാരാ? ക്രിസ്തുവാ. പ്രൈസ് ദി ലോർഡ്. ആ പാറയിന്മേൽ ആമേൻ ആമേൻ കയറി വന്ന് നിന്നെ തകർക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഇന്ന് വരെ ആ പാറയെ ആരും തകർത്തിട്ടുമില്ല. നിന്റെ ജീവിതത്തെ പരാജയപ്പെടുത്തുവാൻ, നിന്റെ ജീവിതത്തെ തകർച്ചയിൽ കൊണ്ടിടുവാൻ ആര് പദ്ധതി ഒരുക്കട്ടെ, ഞാൻ പറയട്ടെ, ആമേൻ നിന്നെ ഒരു പരാജയത്തിനും ഒതുക്കുവാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നിന്നെ ഒരു കല്ലറയ്ക്കും ഒതുക്കുവാൻ കഴിയത്തില്ല. ആമേൻ. കാരണം നീ എവിടെയാ? നീ ക്രിസ്തു എന്ന പാറമേൽ. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് പറയുവാൻ കഴിയോ, ഞാൻ ആ ക്രിസ്തു എന്ന പാറമേൽ അടിസ്ഥാനമിട്ട ആമേൻ ഒരു അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാ, എൻ്റെ കുടുംബം ആ പാറമേൽ പണിയപ്പെട്ടൊരു ഭവനമാ? എത്ര പേർക്ക് പറയുവാൻ കഴിയോ? ആമേൻ. വൻമഴ വരട്ടെ, ആമേൻ കൊടുങ്കാറ്റ് വരട്ടെ, ഭയങ്കരന്മാരുടെ ചീറ്റൽ ആ പാറയ്ക്ക് നേരെ അടിക്കട്ടെ, ഞാൻ പറയട്ടെ, ഒരു മതിലിനും നിന്നെ തകർക്കുവാൻ കഴിയത്തില്ല, ഒരു കാറ്റിനും നിന്നെ കൊടുക്കുവാൻ കഴിയത്തില്ല, ഒരു പരാജയത്തിനും നിന്നെ മുടിച്ചു കളയുവാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നിന്നെ കരയിപ്പിക്കുവാൻ കഴിയുമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. മനുഷ്യരല്ലേ, ആമേൻ. കരയേണ്ട സാഹചര്യം വന്നാൽ നമ്മൾ ചിലപ്പോൾ കരഞ്ഞെന്ന് വരാം. പക്ഷേ നിന്റെ ജീവിതത്തെ പരാജയപ്പെടുത്തി എന്നും ഒന്നുമില്ലാത്തവനെ പോലെ, എന്നും ഒന്നുമില്ലാത്തവളെ പോലെ ആക്കി തീർക്കുവാൻ ആമേൻ ഒരു ശക്തിക്കും കഴിയത്തേയില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. യോസേഫിനെ കരയിപ്പിക്കുവാൻ കഴിഞ്ഞു, വേദനിപ്പിക്കുവാൻ കഴിഞ്ഞു. ആമേൻ. ഒരു നിമിഷം കൊണ്ട് ആരോരും ഇല്ലാത്തവനാക്കി തീർക്കുവാൻ കഴിഞ്ഞു. അപ്പനെ മകനെ നഷ്ടപ്പെട്ടു. ആമേൻ. മകൻ അപ്പനെ നഷ്ടപ്പെട്ടു. പരസ്പരം അറിയുന്നില്ല ഇവരൊക്കെ ജീവനോടെ ഉണ്ടോ എന്ന്. ആമേൻ. യോസേഫ് മരിച്ചു എന്ന് സഹോദരന്മാർ കള്ളക്കഥ പറഞ്ഞുണ്ടാക്കി. ആമേൻ. അപ്പനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. യാക്കോബ് വിശ്വസിച്ചു, എൻ്റെ മകൻ ആമേൻ മരിച്ചുപോയി, വാർദ്ധക്യത്തിൽ ആമേൻ എന്നെ കരുതേണ്ട മകൻ മരിച്ചുപോയി. പ്രിയ ദൈവ പൈതലെ, ഞാൻ പറയട്ടെ, ദർശനമുള്ളവന്റെ തകർച്ച കാണുവാൻ നോക്കിയിരിക്കുന്നവരുടെ നടുവിൽ നിന്റെ തകർച്ച ആരാണോ കാണുവാൻ നോക്കിയത്, അവർ നിന്നിലൂടെ വിടുതൽ പ്രാപിക്കുവാൻ പോകുകയോ. എത്ര പേർക്ക് പറയുവാൻ കഴിയോ, നിന്റെ പരാജയം, നിന്റെ തകർച്ച കാണുവാൻ, ആമേൻ നിന്റെ ജീവിതത്തിന്റെ ആമേൻ ആമേൻ ശൂന്യതയെ കാണുവാൻ ആര് പദ്ധതി ഒരുക്കി, ആര് നേർച്ച കാഴ്ചകൾ ഒരുക്കി, ആര് ആമേൻ ശ്രദ്ധിച്ചു നോക്കിയിരുന്നോ? ഇന്ന് പകൽ ഞാൻ പറയട്ടെ, അവരുടെ നടുവിൽ യോസേഫിനെ മാനിച്ചൊരു കർത്താവുണ്ട്. പ്രൈസ് ദി ലോർഡ്. സഹോദരന്മാർ കരുതി യോസേഫ് തീർന്നുപോയി. ആമേൻ. യോസേഫ് കാരാഗ്രഹത്തിൽ അവശേഷിച്ചു പോയി. കാരണം അവനൊരു നിഷ്കളങ്കന്. ആമേൻ. അവനെ ആർക്കും പൊട്ടം കളിപ്പിക്കുക. ആമേൻ. ഇന്നും ആരൊക്കെയോ ചേർന്ന് ആരൊക്കെയോ പൊട്ടം കളിപ്പിച്ചുകൊണ്ടിരിക്കുക. ആമേൻ. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ആമേൻ ഹല്ലേലൂയ, ലോകത്തിന് നിന്നെ പൊട്ടം കളിപ്പിക്കുവാൻ കഴിയോ, പക്ഷേ സർവശക്തന്റെ മുൻപിൽ
ബലഹീനമായ നിന്നെ തിരഞ്ഞെടുത്തൊരു കരം, ആമേൻ, നിന്റെ മുഖമോ പൊക്കമോ നിന്റെ ശ്രേഷ്ഠതയോ പാരമ്പര്യമോ നോക്കാതെ നിന്നെ ചോർത്ത് പിടിച്ച ആ നല്ല കർത്താവ്, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. സഹോദരന്മാർ ചിന്തിച്ചു, യോസേഫിന്റെ കഥ കഴിഞ്ഞു, ആമേൻ, ഇനി ആമേൻ ഇവന്റെ ചരിത്രം മാറത്തില്ല. ആമേൻ, ഞാൻ പറയട്ടെ, ആമേൻ, സഹോദരന്മാർ എവിടെ ഇവന്റെ ചരിത്രം അവസാനിച്ചു എന്ന് വിധി എഴുതിയോ ആ പട്ടണത്തിൽ, ശത്രുവിന്റെ ദേശത്ത്, ആമേൻ, ഹല്ലേലൂയ, യെസ്, അതെ, ആ ശത്രുവിന്റെ ദേശത്ത് ദൈവം അവനെ സ്ഥാനാപതിയാക്കി. ആമേൻ, വെറും ഒരു സ്ഥാനാധിപതിയല്ല, ആ ദേശത്തിന്റെ മന്ത്രിയാക്കി, ഭക്ഷ്യധാന്യത്തിന്റെ മന്ത്രിയാക്കി ദൈവം അവനെ മാറ്റി. പ്രൈസ് ദി ലോർഡ്. അതാ ഞാൻ പറഞ്ഞത്, നേരോടെ നടക്കുന്നവർക്ക് അവനൊരു നന്മയും മുടക്കത്തില്ല. യോസേഫിന്റെ ചരിത്രത്തെ ആര് കുഴിച്ചു മൂടിയോ, മരിച്ചു എന്ന് പറഞ്ഞ ആര് കുഴിച്ചു മൂടിയോ, ആ സഹോദരന്മാരുടെ കണ്ണുകൾ അഞ്ചിപ്പിക്കുന്ന രീതിയിൽ അപ്പനോട് പറഞ്ഞ വാഗ്ദത്തം, ആമേൻ, യോസേഫിന്റെ പിതാവിനോട് യാക്കോബിനോട് ഭക്തന്മാർ പറഞ്ഞ വാഗ്ദത്തം, ആമേൻ, ഹല്ലേലൂയ, യാക്കോബിനെ കാണുവാൻ സ്വർഗം സഹായിച്ചു. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, പ്രിയ എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളെ മക്കളെ കുറിച്ച്, നിങ്ങളുടെ കുടുംബത്തെ കുറിച്ച്, നിങ്ങളുടെ ദേശത്തെ കുറിച്ച് ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, നിങ്ങളുടെ കണ്ണുകൊണ്ടത് കാണും. വിശ്വാസത്തോടെ കരമുയർത്തി പറ, ഞാനത് എന്റെ കണ്ണുകൊണ്ട് കാണും. ആമേൻ, എന്റെ ശത്രുക്കൾ, ആമേൻ, അത് കാണും. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. ഇന്നലെ വരെ നിന്റെ കുടുംബത്തിനകത്ത് നിന്ന് കണ്ണുനീരും പല്ലുകടിയും വേദനയും നിലവിളിയുമാണ് ഉയർന്നത്. ആമേൻ, ഞാൻ പറയട്ടെ, ഇന്നു മുതൽ നിന്റെ കുടുംബത്തിനകത്ത് ജയത്തിന്റെയും ഉല്ലാസത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരത്തിനകത്ത് നിന്ന് അവൻ എഴുന്നേൽപ്പിക്കുവാൻ പോവുകയാ. പ്രൈസ് ദി ലോർഡ്. എത്ര പേർ വിശ്വസിക്കുന്നു? എത്ര പേർ വിശ്വസിക്കുന്നു? ആമേൻ, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നല്ല കർത്താവുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യോസേഫ് എത്ര വർഷം കണ്ണുനീർ അനുഭവിച്ചോ, എത്ര വർഷം വേദന അനുഭവിച്ചോ, ആ ദുഃഖങ്ങളെയൊക്കെ മറക്കുവാൻ ഒരൊറ്റ ദിവസം കർത്താവ് ഒരുക്കി കൊടുത്തു. അവനെ കൊന്നുകളയുവാൻ പദ്ധതി ഒരുക്കിയവർ, അവന്റെ മരണം കാണുവാൻ കാത്തിരുന്നവർ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, അത്ഭുതം കൂറുമാറ്, ആമേൻ, സഹോദരന്മാരെ കണ്ടപ്പോൾ യോസേഫിന്റെ ഒരു സന്തോഷം കാണണോ, ആമേൻ, ഹല്ലേലൂയ, അവരെ കെട്ടിപ്പിടിക്കണമോ, ആമേൻ, അവർക്കുള്ളതെല്ലാം കൊടുത്തു വിടണമോ, അവന് ആമേൻ അടങ്ങിയിരിക്കുവാൻ കഴിഞ്ഞില്ല. പ്രിയ ദൈവമക്കളെ, ഒരു പൊട്ടനെ പോലെ, ഒരു പൊട്ടിയെ പോലെ ഈ ദിവസങ്ങളിൽ ദൈവകരങ്ങളിൽ ഒന്ന് വീഴുവാൻ തയ്യാറാകുമെങ്കിൽ, ആമേൻ, ചില വ്യക്തികളോട് നീ പ്രതികരിക്കാതെ വണ്ണം നിന്റെ വായടക്കി മിണ്ടാതെ ഇരിക്കുമെങ്കിൽ, ഇന്ന് പകൽ ഞാൻ പ്രവചനാത്മാവിനാൽ പറയട്ടെ, യോസേഫിനെ മാനിച്ചൊരു ദൈവം, ആമേൻ, തകർച്ച കാണുവാൻ നോക്കിയവരുടെ മുമ്പിൽ, പരാജയം കാണുവാൻ നോക്കിയവരുടെ മുമ്പിൽ, ചരിത്രത്തിൽ ആമേൻ കുഴിച്ചു മൂടുവാൻ, യോസേഫിന്റെ പേരിനെ കുഴിച്ചു മൂടുവാൻ പദ്ധതി ഒരുക്കി ഇവിടെ നടുവിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടുവെങ്കിൽ, ഇന്ന് പകൽ ഞാൻ പറയട്ടെ, നിന്റെ രേഖയെ അവൻ മാറ്റി എഴുതും. പ്രൈസ് ദി ലോർഡ്. പരാജയത്തിന്റെ പടകിനെ, ആമേൻ, ഹലം, നിരാശയുടെ പടകിനെ, കഷ്ടതയുടെ പടകിനെ, തൊഴിലില്ലായ്മ എന്ന പടകിനെ, സ്വന്തം ഭവനമില്ല എന്ന പടകിനെ, ആമേൻ, കടബാധ്യത എന്ന പടകിനെ, ചൂടബന റമനക ശിയാംതനാരകൾ പ്രൗഢബന നിറയ്ക്കുന്ന ഒരു നല്ല കർത്താവുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിൽ ആ നല്ല കർത്താവിനോടൊപ്പം ചേർന്ന് നടക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഞാൻ പറയട്ടെ, നിങ്ങളുടെ സാഹചര്യം മാറും കേട്ടോ. ആമേൻ, എൻ്റെ ദൈവത്തിന് നിങ്ങളുടെ ഇന്നുള്ള അവസ്ഥ ഒരു വിഷയമല്ല. എൻ്റെ ദൈവത്തിന് ഇന്നുള്ള നിങ്ങളുടെ സാഹചര്യം ഒരു വിഷയമേ അല്ല. കർത്താവ് നിങ്ങളെ മാനിക്കുവാൻ ശക്തനാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ ഏത് സാഹചര്യത്തിലും ഇറങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. ഏത് പ്രതിസന്ധിയിലും ഇറങ്ങി വരും. അവന് രാത്രി എന്നില്ല, പകലെന്നില്ല, ആമേൻ, അർദ്ധരാത്രി എന്നില്ല, ആമേൻ, വെളുപ്പാൻ കാലം എന്നില്ല, ആമേൻ, ഹല്ലേലൂയ, ആമേൻ. ദാവീദ് നിലവിളിച്ചതുപോലെ, ആമേൻ, ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ ഒന്ന് നിലവിളിക്കുവാൻ തയ്യാറാണെങ്കിൽ, ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ചില നന്മകളെ തുറക്കുവാൻ ആമേൻ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. നിശ്ചയമായി ഞാൻ പറയട്ടെ, നിന്റെ മുമ്പിൽ അടഞ്ഞു കിടക്കുന്ന വാതിലുകളെ സ്വർഗം ഈ ദിവസങ്ങൾ തുറന്നു തരും. ലോകമടച്ച വാതിലുകൾ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, പാരമ്പര്യമായി ലഭിക്കേണ്ട നന്മകളെ ആമേൻ അടച്ചു വെച്ച ചില മണ്ഡലങ്ങൾ സ്വർഗം ഈ ദിവസങ്ങൾ തുറന്നു വിടുകയാ. ആമേൻ, വിശ്വാസത്തോടെ പറ, ആമേൻ, ഞാൻ ജീവന്റെ ദേശത്ത് യഹോവയുടെ നന്മ കാണും. ഞാൻ ജീവന്റെ ദേശത്ത് യഹോവയുടെ നന്മ കാണും. പ്രൈസ് ദി ലോർഡ്. അത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ
ഇരിക്കുന്ന സ്ഥാനങ്ങളിൽ നിന്ന് ഒന്നെഴുന്നേറ്റാട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ചില നിമിഷങ്ങൾ കൂടി ആ നല്ല കർത്താവിനെ നമ്മൾ സ്തുതിക്കുവാൻ പോകുന്നു. ആമേൻ. ഹല്ലേലൂയ. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, ആമേൻ. അടിയന്റെ മുമ്പിലായിരിക്കുന്ന ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വചനം ഞങ്ങൾ കേട്ടു. ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ വിശന്നിരിക്കോ. ആമേൻ. എന്നാൽ യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്ക് മുടക്കം വരുത്തത്തില്ല. ആമേൻ. അപ്പന്റെ സന്നിധിയിൽ ധനവും മാനവും പുരാതന സമ്പത്തും നീതിയുമുണ്ട്. അത് ഈ ജനത്തിന് നൽകി സ്വർഗ്ഗം അങ്ങ് മാനിക്കുന്നതിനായി സ്തോത്രം. ഇവരുടെ അവസ്ഥകൾ മാറട്ടെ, ഇവരുടെ ചിന്തകൾ മാറട്ടെ. ലോകം എഴുതിയ ചരിത്രങ്ങളുടെ വിധിയെഴുത്തുകളെ മാറ്റി ഇവരുടെ വിധിയെഴുത്തുകളെ സ്വർഗ്ഗമങ്ങ് ഈ ദിവസങ്ങൾ മാനിക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ.
ഭാഷകൾ ശത്രു അടച്ചു കർത്താവിന് തുറന്നു നൽകിയ അടഞ്ഞുപോയ ചില വാതിലുകളെ കർത്താവ് തുറന്നു വീടാത്തത് കൊണ്ടായിരിക്കാം അനുകൂലമായ നടപടികൾ ഉണ്ടാകാത്തത് കൊണ്ട് അടഞ്ഞുപോയ വാതിലുകളെ വാതിലുകളെ കർത്താവിയാഴ്ച തുറന്നു നൽകുക. വിശ്വാസത്തോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ആമേൻ. ചില മാസങ്ങളായി ആമേൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചില മാസങ്ങളായി ആ വാതിലൊന്ന് ശ്രമിച്ചു കിട്ടുവാൻ, ആ നന്മയൊന്ന് കരങ്ങളിൽ ലഭിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് വൈകിവേളയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ പ്രവചിച്ചു പറയട്ടെ, ഈ ആഴ്ച കർത്താവ് ആമേൻ സ്തോത്രം അവൻ അടച്ചു വച്ച, മനുഷ്യൻ നിയമം കൊണ്ട് അടച്ചു വച്ച ചില വാതിലുകളെ സ്വർഗം തുറന്നു നൽകിയ, ആർക്കും അടയ്ക്കുവാൻ കഴിയാത്തവർ. ചിലർ ഭാരത്തോടെ ആയിരിക്കുക, തുറന്നാലും അവർ അടച്ചു കളയും. ആമേൻ. നിനക്ക് വേണ്ടി തുറന്നു വരുന്ന വഴികളെ ഇന്നലകളിൽ അടച്ചു കളഞ്ഞ മനഃപൂർവ്വമായി സഹോദര, നിന്റെ തൊഴിൽ മേഖലയിൽ, നിന്റെ വരുമാന മേഖലയിൽ നിനക്കായി തുറന്ന വാതിലുകൾ അടച്ചു കളഞ്ഞ ശത്രുവിന് മുമ്പിൽ നീ ഭയപ്പാടോടെ ആയിരിക്കുക. കേൾക്ക്, ഒരു മനുഷ്യ പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.